ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തേൻ പ്രോസസ്സിങ് എങ്ങനെയാണ്, നല്ല തേനിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്, അതിനെപ്പറ്റി എല്ലാമാണ് നമ്മളൊന്ന് കാണാൻ പോകുന്നത്. ഈ തേനെന്ന് പറഞ്ഞാൽ അത് തേനീച്ചക്കൂട്ടിൽ വരുമ്പോൾ തേനീച്ച ഇത്തരം ഫ്രെയിമുകളിലാണ് അത് ഹണി കോമ്പ് ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കുന്ന ഹണി കോമ്പ് നമ്മൾ ഹണി എടുക്കുന്നത് അതൊരു 80-90% ആ കോമ്പിൽ അത് അടച്ചതിന് ശേഷം ആണ് നമ്മൾ അത് എടുക്കുന്നത്. ഒരു 80-90% വരെ സീൽ ചെയ്തതിന് ശേഷമാണ് നമ്മളത് എടുക്കുന്നത്. അത് തേനീച്ച വാക്സ് വെച്ചിട്ട് അത് അടയ്ക്കും. എന്നിട്ട് നമ്മൾ ആ കോമ്പിനെ എടുത്തിട്ട് അതിൻ്റെ ആ വാക്സ് അതിൻ്റെ അടച്ചിരിക്കുന്നതിനെ ചെത്തി മാറ്റിയതിന് ശേഷം എക്സ്ട്രാക്ടറിൽ വെച്ച് കറക്കി ആണ് നമ്മൾ തേനെടുക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള തേനീച്ചകളെ നമ്മൾ പതുക്കെ ഒന്ന് സ്മോക്ക് ചെയ്ത് മാറ്റും. ബീ ബ്രഷ് വെച്ചിട്ട് അല്ലെങ്കിൽ എയർ ബ്ലോവർ വെച്ചിട്ട് അടിച്ച് അതിനുള്ള തേനീച്ചകളെ മുഴുവൻ മാറ്റിയിട്ടാണ് എക്സ്ട്രാക്ടറിൽ വെച്ചിട്ട് അത് എടുക്കുന്നത്. ഈ തേൻ എടുത്തു കഴിഞ്ഞാൽ ആ തേനിനെ പിന്നെ നമ്മളൊരു 600 മൈക്രോൺ ഉള്ള മെഷുള്ള അരിപ്പയിൽ അരിച്ച് അതിനകത്തുള്ള തേനിൻ്റെ അടയുടെ പാർട്ടിക്കിൾസും ഈച്ചയും എല്ലാം ഉണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റിയിട്ട് നമ്മൾ അത് ഒരു ഇതിനകത്ത് ഒരു 24 hours അത് സെറ്റിൽ ചെയ്യാൻ വയ്ക്കും. സെറ്റിൽ ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മളത് പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ സാധാരണ ഇതിൽ കേരളത്തിൽ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എടുത്തു വരുന്ന തേനിൽ നമുക്ക് ഒരു 23 മുതൽ 26% വരെ ഉണ്ടാവും. അപ്പോൾ ആ വാട്ടറിനെ നമ്മൾ കുറച്ച് ഈ സാധാരണ എല്ലാ കർഷകരും ചെയ്യുന്നത് ഡബിൾ ബോയിലിംഗ് സിസ്റ്റത്തിൽ തേനിനെ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എക്യുപ്മെൻറ്റ്സ് നമ്മുടെ കയ്യിൽ വേണം. അതിലൊന്നാണ് തേനിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റും ഇതെല്ലാം അറിയാനായിട്ടുള്ള റിഫ്രാക്ടോമീറ്റർ. ഇതാണ് റിഫ്രാക്ടോമീറ്റർ. ഈ റിഫ്രാക്ടോമീറ്ററിൽ നമുക്ക് ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് എത്രയാണെന്ന് അറിയാം. നമ്മളിവിടെ ഒരു 2 ഡ്രോപ്പ് തേൻ ഇവിടെ ഒഴിച്ചാൽ എന്നിട്ട് ഇങ്ങനെ ഇതിലിങ്ങനെ നോക്കിയാൽ അതിനൊരു മീറ്ററുണ്ട്. ആ മീറ്ററിൽ മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ ലെവൽ അതിനകത്തുണ്ടാവും. ബ്രിസ്ക് അതിൻ്റെ മധുരം എത്രയാണെന്നുള്ളതുണ്ടാവും. അതിൻ്റെ ഡെൻസിറ്റി എത്രയാണെന്നുള്ളതും കിട്ടും, തേൻ്റെ ഡെൻസിറ്റി. അപ്പോൾ ഈ ഡെൻസിറ്റിയും മോയ്സ്ചർ കണ്ടൻറ്റും പിന്നെ ബ്രിസ്കിൻ ലെവലും എല്ലാം നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ തേൻ്റെ ഏതാണ്ട് ഒരു ഇത് നമുക്കറിയാൻ പറ്റും. അതേപോലെ തേൻ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കിച്ചൺ തെർമോമീറ്റർ നമ്മുടെ കയ്യിൽ വേണം. അത് എത്ര ഡിഗ്രി ഇതിനകത്താണ് അത് ചൂടാവണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇതിനകത്ത് ഇങ്ങനെ ഓൺ ചെയ്താൽ ഇതിനകത്ത് അതിൻ്റെ എത്രയാണ് റീഡിംഗ് എന്നുള്ളത് നമുക്ക് കാണിക്കും. ഇത് ആ പാത്രത്തിന്മേൽ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം, കാണിച്ചു തരാം. അതല്ല, റിഫ്രാക്ടോമീറ്ററിൽ നമുക്ക് ഒരു പില്ലറുണ്ട്. ഈ പില്ലറിൽ നമ്മൾ കൊണ്ടുവരുന്ന തേൻ എടുത്തിട്ട് ആ തേൻ ഇതിനകത്ത് ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ ഒരു 2-3 ഡ്രോപ്പ് ഒഴിച്ചാൽ ഇതിനകത്ത് ആ റീഡിങ് കാണിക്കും. ടെമ്പറേച്ചർ അതിൻ്റെ ഔട്ടർ പാത്രത്തിലുള്ളതും ഇന്നർ പാത്രത്തിലുള്ളതും നമ്മൾ നോക്കണം. ഇത് നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വെസൽസ് നമ്മുടെ കയ്യിൽ വേണം. ഇത് 200 മൈക്രോൺ ഉള്ള അരിപ്പയാണ്. ഇത് അരിക്കാനായിട്ട് ഉപയോഗിക്കും. ഇത് 600-ൻ്റെ മെഷാണ്. അതുപോലെ ഒരു പോപ്ലിൻ തുണി. ഇത് നമുക്ക് ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ട് തേൻ അരിച്ചൊഴിക്കാനുള്ളതാണ്. ഈ ഒരു വലിയ പാത്രം നമ്മൾ വെള്ളം വയ്ക്കാനുള്ളതാണ്. അതിനകത്താണ് നമ്മൾ വെള്ളം വെച്ചിട്ട് ഈ ഒരു പാത്രത്തിൽ നമ്മൾ തേനൊഴിക്കും. തേനൊഴിച്ചിട്ട് ഇതിനകത്ത് വയ്ക്കും. അപ്പോൾ ഇത് വയ്ക്കുമ്പോൾ ഇതിനകത്ത് തേൻ ഡയറക്റ്റായിട്ട് ചൂടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് ഒരു മരത്തിൻ്റെ പലക നമ്മൾ ഇടുന്നത്. അപ്പോൾ ഈ മരത്തിൻ്റെ പലക നമ്മൾ ഇടുമ്പോൾ അതിൻ്റെ അടിഭാഗം ഒരു 2 ഇത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ അടിഭാഗത്ത് ഡയറക്റ്റായിട്ടാണ് ചൂട് ബർണറിൽ നിന്ന് അടിക്കുന്നത്. അപ്പോൾ ആ ബർണറിൽ അടിക്കുമ്പോൾ അവിടെ വെള്ളം ഇല്ലെങ്കിൽ മെറ്റൽ നന്നായിട്ട് ചൂടാവും. അപ്പോൾ അതിൽ കൂടെ വെള്ളം പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അടിയിൽ 2 കാല് കൊടുത്തിരിക്കുന്നത്. ആ 2 കാല് വെച്ചിട്ട് ഇതിനകത്ത് നമ്മൾ
ഇതിൽ നമ്മൾ തേനൊഴിക്കും. തേനൊഴിച്ചിട്ട് നമ്മൾ ഇതിനെ ചൂടാക്കും, ഈ വെള്ളത്തിന് ചൂടാക്കും. അപ്പോൾ അങ്ങനെ ചൂടാക്കുമ്പോൾ ഈ പാത്രം എന്ന് പറഞ്ഞാൽ ഈ ഔട്ടർ പാത്രത്തിനേക്കാളും ഒരല്പം പൊങ്ങിയിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ആവി വരും. ആവി വന്നു കഴിയുമ്പോൾ അത് ഇതിനകത്തേക്ക് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരല്പം വലിയ പാത്രം നമ്മൾ വേണമെന്നുള്ളത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചൂടാക്കി അത് അതിൻ്റെ വാക്സ് പൂമ്പൊടിയെല്ലാം മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ അത് ഈ പാത്രത്തിലേക്ക് നമ്മൾ അതിനെ അരിച്ചൊഴിക്കണം. അപ്പോൾ അരിച്ചൊഴിക്കുമ്പോൾ ഇതിങ്ങനെ ഇതിനകത്തൊരു ഈ തുണി നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ആ തുണി കൂടെയാണ് നമ്മൾ അരിച്ചൊഴിക്കുക. അപ്പോൾ അത് പ്രോസസ്സ് 1 by 1 ആയിട്ട് നമുക്ക് കാണാം. പാത്രത്തിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബർണർ കത്തിക്കാൻ പോവാണ്. വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ തേൻ ഒന്ന് അരിച്ചതിനകത്തേക്ക് നമുക്ക് ഒഴിക്കാം. എടുത്തിട്ട് വരുമ്പോൾ ഇതിനകത്ത് 600 മൈക്രോണിൻ്റെ ഇതിനകത്ത് നമ്മൾ അരിച്ചിട്ടാണ് ഇതിനകത്തേക്ക് ഒഴിക്കുക. എക്സ്ട്രാക്ടറിൽ നിന്ന് ഇതിനകത്തേക്ക് ഒഴിക്കുക. അതുകൊണ്ട് വേറെ കരടൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മളൊരു 24 hours എങ്കിലും സെറ്റിൽമെൻറ്റിന് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് അത്രയും സമയം ഇരുന്നതാണ്. ഇപ്പോൾ നമ്മൾ തേൻ അതിനകത്തേക്ക് ഇറക്കി വെച്ചു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ വാട്ടർ ലെവല് ആ തേൻ്റെ ആ ലെവലിനോട് ചേർന്ന് നിൽക്കണം. ഉള്ളിലെ തേൻ്റെ ലെവലിനോട് ചേർന്ന് തന്നെ നിൽക്കണം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോയൻസി ഉള്ളതുകൊണ്ട് ഈ വാട്ടറിൻ്റെ വരുന്നത് കൊണ്ട് ഈ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്ത് മറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മളത് വെക്കാനായിട്ട്. ഇളക്കാനായിട്ട് നമുക്കൊരു ചട്ടുകോ എന്തെങ്കിലും നമ്മൾ കരുതണം. ഈ വാക്സ് ഇങ്ങനെ അതിനകത്തുള്ള വാക്സും ആ പൂമ്പൊടിയെല്ലാം അതിനകത്ത് ഇങ്ങനെ വരും. അപ്പോൾ അത് വരുമ്പോൾ നമ്മളതിനെ പതുക്കെ കോരിയെടുക്കണം. അപ്പോൾ അതിന് നല്ല ഉണങ്ങിയ സ്പൂണായിരിക്കണം നമ്മൾ ഉപയോഗിക്കണം. അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് നോക്കാം. ഇവിടുത്തെ റൂം ടെമ്പറേച്ചർ കാണിക്കുന്നത് 13.9 ആണ്. നമുക്ക് ഈ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് നോക്കാം. ഇതിൻ്റെ ഈ ടിപ്പിൽ റബ്ബർ ബുഷ് നമ്മളൊന്ന് റിമൂവ് ചെയ്തു. നമ്മളിവിടെ വരുമ്പോഴേക്കും 31 ആയി. ഇതിൻ്റെ ചൂടടിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ വെള്ളം 89.90 ഡിഗ്രിയിലേക്ക് തിളച്ചുകൊണ്ട് ഇത് ചെയ്യാണ്. വെള്ളം തിളയ്ക്കാറായി. അപ്പോൾ ഇത് നമ്മൾ തുടച്ചിട്ട് തേൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കണം. തേൻ്റെ ടെമ്പറേച്ചർ കാണിക്കുന്നത് 38 ആണ്. 37-38 ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു 40-45 ഡിഗ്രി വരെ നമ്മളിത് ബോയിൽ ചെയ്യും. ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഒന്ന് അരമണിക്കൂറോളം ആ ടെമ്പറേച്ചറിൽ നമ്മൾ അതിനെ ബോയിൽ ചെയ്യും. 3/4 മണിക്കൂറിൻ്റെ സമയത്ത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അതിനെ ഒന്ന് പെട്ടെന്നൊന്ന് ഒരല്പം ഈസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ഒരു അല്പം കൂടി ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ അത് വീണ്ടും 40 ഡിഗ്രിയിലേക്ക് ആക്കും. ഈ 40 ഡിഗ്രിയിലേക്ക് നമ്മൾ ആക്കണത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ അരോമ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അരോമ അത് മാത്രമല്ല HMF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോക്സി മീഥൈൽ ഫർഫ്യൂറൽ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് 40-ൽ താഴെ ആയിരിക്കണം. അതാണ് നല്ല തേൻ്റെ ഒരു ഇത്. അതേപോലെ അതിൻ്റെ അരോമ ഉണ്ടെങ്കിൽ അതിൻ്റെ അരോമ നഷ്ടപ്പെടും. മോയ്സ്ചർ കണ്ടൻറ്റ് നമ്മൾ വന്നിട്ട് നമ്മൾ ഇടയ്ക്ക് നോക്കണം. അത് ഒരു 19-നും 18-നും 20-നും ഇടയിൽ നമ്മൾ അത് നിർത്തും. അത്രയാവും. അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 12 മുതൽ 24 മണിക്കൂർ വരെ നമ്മൾ വെച്ചിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ സെറ്റിൽ ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മളത് പാക്ക് ചെയ്യുന്നത്.
അപ്പോൾ ഇപ്പോൾ വന്നിട്ടില്ലാത്ത വാക്സുകളെല്ലാം ആ സമയമാകുമ്പോൾ അത് മുകളിലേക്ക് വരും. ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു 35 മുതൽ 40-45 വരെയുള്ള ഒരു ഇതിനകത്ത് ഇരിക്കുന്നതാണ്. അതേപോലെ ഇതിൻ്റെ HMF <40 ആയിരിക്കണം. പിന്നെ ഇതിൻ്റെ വേറൊരു ഘടകം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഡയാസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു എൻസൈം ഉണ്ട്. അത് അത് ഗ്രേറ്റർ ദാൻ 8 ആയിരിക്കണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. നല്ല തേൻ്റെ അതൊരു ഗ്രേറ്റർ ദാൻ 8 ആയിരിക്കും. ലെസ് ദാൻ 8 ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പഴയ തേനായിരിക്കും, അല്ലെങ്കിൽ ഇതായിരിക്കും. ഈ HMF തന്നെ കൂടുതൽ നമ്മൾ ഹീറ്റ് ചെയ്താൽ, തേൻ കൂടുതൽ ഹീറ്റ് ചെയ്താൽ അത് ഈ HMF കുറയും. അത് രണ്ടുമാണ് നമ്മുടെ ഈ നല്ല തേനാണോ എന്നുള്ളതിനെ പറ്റി നമ്മൾ ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്താൽ അവരതാണ് നോക്കുക. ഇതാണ് ഇതിലെ മെഴുക് പൊങ്ങി വരുന്നതാണത്. മെഴുകും പൂമ്പൊടിയും എല്ലാം ഇതിനകത്ത് വന്നിരിക്കുന്ന ചെറിയ രീതിയിൽ ഒന്നുണ്ടാവും. അത് നമ്മളിങ്ങനെ ഇതിനകത്തേക്ക് കോരി മാറ്റിയെടുക്കണം. നമ്മൾ അരിച്ചെടുത്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ് ഈ മെഴുകും പൂമ്പൊടിയെല്ലാം അതിനകത്ത് നിന്ന് പോകും. ഇതിപ്പോൾ 10-40 മിനിറ്റോളം ഇത് തിളച്ചു. ഈ 45 ഡിഗ്രി ചൂടിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒന്ന് ചൂട് അല്പം കൂട്ടി ആ ഈസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ അത് വീണ്ടും നമ്മൾ കുറച്ചു. ഇനി ഇതിനെ അരിക്കുകയാണ്. അപ്പോൾ അരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോപ്ലിൻ തുണിയാണ് ഉപയോഗിക്കുന്നത്. അത് 2 ലെയറുണ്ട്. ആ 2 ലെയർ നമ്മൾ ഈ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്ന ആ ഫ്രെയിം, എംബ്രോയ്ഡറി ചെയ്യുന്ന ഫ്രെയിമിൽ അത് ഫിക്സ് ചെയ്തേക്കാണ്. ഇനി ഈ തേനെടുത്ത് ഇതിനകത്തേക്ക് നമ്മൾ ഒഴിക്കും. അപ്പോൾ അതിനകത്തുള്ള ചെറുതായിട്ടുള്ള മെഴുകിൻ്റെ അംശം എല്ലാം പോകും. ഈ തുണിയിൽ വരും. പാത്രത്തിൻ്റെ അടിയിലുള്ള വെള്ളം ഉണ്ടാവും. ആ വെള്ളം നമ്മൾ അവിടെ തുണി വെച്ച് തുടച്ചു. ഇനി ഇത് നമ്മൾ കുറച്ചുള്ളത് കൊണ്ട് ഇങ്ങനെ എടുത്ത് ഒഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കപ്പോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇപ്പോൾ തേൻ വളരെ ലൂസായത് ഏറ്റവും നല്ല ഹണി എന്ന് പറയുന്നത് ലോ HMF പ്ലസ് ഹൈ ഡയാസ്റ്റേസ് എന്നുള്ള ഒരു ഇതാണ്. അത് പല ആളുകളും പറയും ഈ പറഞ്ഞ പോലെ തേൻ നമുക്ക് നല്ല തേൻ കണ്ടുപിടിക്കാനായിട്ട് ഉള്ള നാടൻ മാർഗ്ഗങ്ങളൊക്കെ പറയുന്നത് ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് നല്ല വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് തേനിങ്ങനെ ഡ്രോപ്പായിട്ട് ഒഴിച്ചാൽ അത് താഴേക്ക് പെട്ടെന്ന് പോവും. അപ്പോൾ അത് താഴെ ചെന്ന് സെറ്റിലാവും. അത് സെറ്റിലായി കഴിഞ്ഞാൽ വളരെ സ്ലോലിയാണ് അത് ചെയ്യുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റിയുടെ ഒക്കെ ഇതനുസരിച്ചിട്ടിരിക്കും. പിന്നെ അത് മാത്രമല്ല അതിനകത്തുള്ള ശർക്കരയുള്ളതും ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കാരണം ആ താഴേക്ക് പോകുന്നതിൻ്റെ തേൻ പെട്ടെന്ന് ഇങ്ങനെ പടർന്ന് സൈഡിലേക്ക് മാറും. അപ്പോൾ അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ തേനിൽ കലർപ്പുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ചിലർ പറയും തേനിങ്ങനെ കത്തിച്ച് നോക്കിയാൽ മതി, തുണിയിൽ പുരട്ടി കത്തിച്ച് നോക്കിയാൽ മതി എന്നൊക്കെ പറയും. അതൊക്കെ എത്രമാത്രം അതിനകത്ത് ശരിയുണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ പറയും ചുണ്ണാമ്പും തേനും കൂടി ഇങ്ങനെ എടുത്തിട്ട് തിരുമ്മി ചെയ്താൽ നല്ല തേനാണെങ്കിൽ പെട്ടെന്ന് കൈ ചൂടാവും എന്നൊക്കെ പറയാം. അങ്ങനെ കുറേ നാടൻ രീതികളൊക്കെ പറയും. പക്ഷേ ശരിക്കുള്ള തേൻ നമ്മൾ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ലാബ് ടെസ്റ്റ് തന്നെ ചെയ്യണം. അതിന് HMF കുറവായിരിക്കണം. ഈ മറ്റേ ഡയാസ്റ്റേസ് എന്ന് പറയുന്ന ഇത് ഹൈ ആയിരിക്കണം. അതേപോലെ അതിന് നല്ല അരോമ ഉണ്ടാവണം. പിന്നെ അപ്പോൾ അതൊക്കെയാണ് നല്ല തേൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള നല്ല തേനീച്ച വളർത്തുന്ന ആളുകളുടെ അടുത്തുനിന്ന് വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് തേനിനെ പറ്റി പറയാനുള്ളത്. എല്ലാവരും നല്ല തേൻ ഉപയോഗിക്കുക, നന്നായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, ബൈ.